ടെക്നോയുടെ ടെക്നോ സ്പാർക്ക് 20 Pro 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 16,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്നോ സ്പാർക്ക് 20 Pro 5G എന്ന ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. നമ്മൾ ആദ്യം ഡിസ്പ്ലേ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.78 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. LCD പാനലാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം ഈ ഒരു 16,000 രൂപ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് AMOLED ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോണിൽ വേണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ Realme P1 അതുപോലെ തന്നെ Realme Narzo 70 ഇതുപോലുള്ള ഫോണുകളിലൊക്കെ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. അതുപോലെ തന്നെ Redmi Note 12 5Gയിലൊക്കെ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ സാംസങ്ങിന്റെ F34, M34, M15 അതുപോലെ തന്നെ F15 ഇതുപോലുള്ള ഫോണുകളിലൊക്കെ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ CMF ഫോൺ 1ലും ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ AMOLED ഡിസ്പ്ലേന് വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ LCD ഡിസ്പ്ലേ വരുന്നു എന്നുള്ളത് വലിയ കംപ്ലൈന്റ് ആയിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് AMOLED ഡിസ്പ്ലേ ഉള്ള ഫോണുകൾ വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ പഞ്ചോൾ ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 240 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അങ്ങനെ എടുത്ത് പറയേണ്ട ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒന്നുമില്ല. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് AMOLED ഡിസ്പ്ലേ ഉള്ള ഫോണുകൾ വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള വേറെ ഓപ്ഷൻസും ഉണ്ട്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് 201 ഗ്രാം ആണ്. തിക്നെസ് വരുന്നത് 8.3 mm ആണ്. IP53 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ സ്റ്റാർ ട്രെയിൽ ബ്ലാക്ക് അതുപോലെ തന്നെ ഗ്ലോസി വൈറ്റ് എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസറിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 6080 എന്ന പ്രോസസറാണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസർ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു പ്രോസസർ ആണ് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. പക്ഷെ ബെസ്റ്റ് ആണോ എന്ന് വെച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. ഇപ്പം ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ CMF ഫോൺ 1ൽ MediaTek Dimensity 7300 എന്ന പ്രോസസർ വരുന്നുണ്ട്. അത് ഇതിനേക്കാൾ ബെറ്റർ ആണ്. അതുപോലെ തന്നെ റിയൽമിയുടെ P1, Narzo 70 ഇതുപോലുള്ള ഫോണുകളിലൊക്കെ MediaTek Dimensity 7050 എന്ന പ്രോസസർ വരുന്നുണ്ട്. അതും ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസറാണ്. അതിനർത്ഥം ഇത് മോശമായിട്ടുള്ള പ്രോസസറാണ് എന്നല്ല, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്തൊരു പ്രോസസർ എന്ന് പറയാം. അത്രേ ഉള്ളൂ. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 10ഓളം 5G ബാൻഡ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബേസ് വേരിയന്റിൽ തന്നെ 8GB റാമും 128GB ഇന്റേണൽ കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ 8GB റാമും 256GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. മെമ്മറി ഫ്യൂഷൻ എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. NFC-യുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പല ഫോണുകളിലും NFC-യുടെ ഫീച്ചർ കാണാറില്ല. അപ്പം NFC വരുന്നു എന്നുള്ളത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എടുത്തു വരേണ്ട നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഡോൾബി അറ്റ്മോസിന്റെ സൗണ്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Android 14 ബേസ് ആയിട്ടുള്ള iOS സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 108 മെഗാ പിക്സലിന്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ 2 മെഗാ പിക്സലിന്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഡെപ്ത് സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. ഒരു കമ്പാരിസന് വേണ്ടിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, അതായത് 16,000 രൂപ പ്രൈസ് റേഞ്ചിൽ Redmi Note 13 5G എന്ന ഫോൺ ലഭിക്കുന്നുണ്ട്. അതിൽ ഇതുപോലെ 108 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറും വരുന്നുണ്ട്. എക്സ്ട്രാ ആയിട്ട് 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു റെസൊല്യൂഷൻ ഫ്രണ്ടിൽ കൊടുക്കായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവൻ ഓൺ പേപ്പർ തരക്കേടില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട് എന്നേ പറയാൻ പറ്റുള്ളൂ. അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് തിരക്കേടില്ലാത്തൊരു ചാർജിങ് സ്പീഡാണ്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് തിരക്കേടില്ലാത്ത ബാറ്ററി സെറ്റപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എടുത്തു പറയേണ്ടത് എന്നൊന്നും പറയാൻ പറ്റില്ല. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ചാർജിംഗ് സ്പീഡുമായിട്ട് വരുന്ന ഫോണിലൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 8GB റാം 128GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 15,999 രൂപയാണ്. അതുപോലെ തന്നെ 8GB റാം 256GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 16,999 രൂപയാണ്. ബാങ്ക് ഓഫേഴ്സ് ഉണ്ട്. ബാങ്ക് ഓഫേഴ്സ് കഴിഞ്ഞിട്ട് 2,000 രൂപയുടെ ഓഫർ കൂടി ലഭിക്കുന്നതായിരിക്കും. ജൂലൈ 11 മുതലാണ് ഈ ഫോണിന്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് ഒക്കെ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ടെക്നോയുടെ ഒരു ഫോൺ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം എന്നേ ഉള്ളൂ. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആണ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറുള്ള ഫോണുകൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പല ഫോണുകളും വരുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് AMOLED ഡിസ്പ്ലേ ഉള്ള ഫോണുകൾ വേണമെന്നുണ്ടെങ്കിൽ അതും കിട്ടുന്നുണ്ട്. പിന്നെ ക്യാമറ സെറ്റപ്പും അത്ര മികച്ചതല്ല. ബാറ്ററി സെറ്റപ്പും ആവറേജ് എന്നേ ഉള്ളൂ. അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. അപ്പം ഈ ഒരു ഫോണിന്റെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ എടുത്തു പറയേണ്ട ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല.
എന്നാൽ മൊത്തത്തിൽ നോക്കുമ്പോൾ തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് ഉണ്ട് എന്നും പറയാവുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെ ഫോണുകൾ ഉണ്ട്. അതല്ല ടെക്നോയുടെ തന്നെ ഒരു ഫോണൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാം എന്നേ ഉള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര മികച്ചൊരു ഫോണായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആവറേജ് ആയിട്ടുള്ള ഒരു ഫോൺ എന്ന് പറയാം, അത്രേ ഉള്ളൂ. വേറെയും ഓപ്ഷൻസ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്, അതും കൂടി നോക്കുക. അതിനുശേഷം മാത്രം ഈ ഒരു ഫോണിലോട്ട് വരിക. എന്തായാലും ടെക്നോ സ്പാർക്ക് 20 Pro 5G എന്ന ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.